അന്നാദ്യമായി കണ്ട നാളിൽ പ്രാണനായി നീ പ്രാണനായി. എനിക്ക് ഈ പാട്ടാണ് ഓർമ്മ വന്നാൽ നിൽക്കണുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊരു സഞ്ചാരം എഫക്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ബ്രിസ്റ്റൽ ഫെറി ബോട്ടിൽ ഒരു യാത്ര നടത്താൻ പോവുകയാണ്. അപ്പം ഞാൻ കരുതി എല്ലാം ഒന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ് നാട്ടിലെ ആലപ്പുഴ ബോട്ടിങ്ങിനൊക്കെ പോകുന്നൊരു എഫക്റ്റൊക്കെ തന്നെ ആയിരുന്നു. എന്നാലും ചുറ്റുമുള്ള കാഴ്ചകൾ കുറച്ച് വ്യത്യാസമാണല്ലോ അല്ലേ. ചൂടത്താണ് ഈ ബോട്ടിൽ ഇരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ കരിഞ്ഞുണ്ടാവും. അമ്മാതിരി ചൂടാണ്. കരിഞ്ഞില്ലെങ്കിലും പുകഞ്ഞുണ്ടാവും കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയം എന്ന് പറയുന്നത് നല്ല വെതർ ആയതുകൊണ്ട് തന്നെ നല്ല സുഖമായിരുന്നു. ശരിക്കും ഇതൊരു ബസ് സർവീസ് പോലെയാണ് കേട്ടോ ഇവിടെ നടത്തുന്നത്. നമുക്ക് ബോട്ട് സർവീസ് എന്നും പറയാം. പിന്നെ ഞങ്ങൾക്ക് ഇന്നൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. ദോശ കഴിക്കാൻ വേണ്ടി വന്ന ഞങ്ങൾ അവസാനം ഫെറിയിൽ കയറി ബ്രിസ്റ്റളിൽ മൊത്തം ചുറ്റി ഒരു റൗണ്ട് അങ്ങോട്ട് കറങ്ങി കയറിയ സ്ഥലത്ത് തന്നെ അവർ ഞങ്ങൾ തിരിച്ചുകൊണ്ടേ വിട്ടു. യെല്ലോ ആൻഡ് ബ്ലൂ കളറിലുള്ള ബോട്ട്സാണ് കേട്ടോ ഈ ഒരു ബസ് സർവീസ് നടത്തുന്നത്. മുമ്പ് ഇതൊരു ബ്രിസ്റ്റൾ ഫെറി ബോട്ട് കമ്പനി അങ്ങനെ അവരുടെ കീഴിലായിരുന്നു. പിന്നീട് ഇപ്പോൾ അതൊരു ബ്രിസ്റ്റൾ കമ്മ്യൂണിറ്റി ഫെറി ബോട്ട്സ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി കമ്പനിയുടെ കീഴിലേക്ക് ആക്കിട്ടോ. ഇത് ഏകദേശം ഒരു 1977 ഇങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു എവോൺ എന്ന് പറയുന്ന ഈ ഒരു റിവറിൽ ഈ പരിപാടി തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലത്തെ യാത്രയൊക്കെ കഴിഞ്ഞിറങ്ങി ഒരു പള്ളിയിൽ പോയിട്ടോ. ശരിക്കും നല്ല ഗോൾഡൻ കളറ് പോലെയായിരുന്നു നമുക്ക് ഉള്ളിൽ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഭയങ്കര സൈലൻസ് ആയിരുന്നു. നമുക്ക് ക്യാൻഡിലൊക്കെ കത്തിക്കാം. നല്ലൊരു സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബ്രിസ്റ്റൾ സിറ്റി ഹാളിൻ്റെ ഫ്രണ്ടിലുള്ള പാർക്കിലോട്ടാണ്. ഇത് ഹെഡ് ക്വാർട്ടേഴ്സാണ് കേട്ടോ ബ്രിസ്റ്റൾ സിറ്റി കൗൺസിലിൻ്റെ. അവിടുത്തെ പൂക്കൾ കാണണമായിരുന്നു. എവിടെ പോയാലും ഞാൻ വീട്ടിലല്ലോ, അടിപൊളിയായിരുന്നു കാണാനായിട്ട്. അവിടെ തന്നെ രാജാറാം മോഹൻ റോയുടെ ഒരു സ്റ്റാച്ചു ഉണ്ടായിരുന്നു. ഞാൻ ഞെട്ടിയിട്ടോ അവിടെ കണ്ടപ്പോൾ. പിന്നെ ഞങ്ങളൊരു സ്റ്റാളിൽ നിന്ന് ഫുഡ് കഴിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബൈ.